കോടികൾ ചെലവിട്ട് നിർമ്മിച്ച ഒരു സാംസ്കാരിക സമുച്ചയം കാഴ്ചവസ്തുവായി. കൊല്ലത്ത് കിബി ധനസഹായത്തോടെ 56.91 കോടി രൂപ ചെലവാക്കി നിർമ്മിച്ച ശ്രീനാരായണ ഗുരു സാംസ്കാരിക സമുച്ചയമാണ് ഇന്ന് ആളും ആരവുമില്ലാതെ അങ്ങനെ അനാഥമായി കിടക്കുന്നത്. കൊല്ലം ജില്ലയുടെ സാംസ്കാരിക പ്രവർത്തനങ്ങളുടെ പ്രധാന വേദിയാകുമെന്ന് നാം വിശ്വസിച്ച കൊല്ലം ശ്രീനാരായണ സാംസ്കാരിക സമുച്ചയമാണ് എനിക്ക് പിന്നിൽ ഈ കാണുന്നത്. 56 കോടി രൂപ ചിലവിട്ടാണ് ഈ സാംസ്കാരിക സമുച്ചയം ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. അത്യാധുനിക വേദികളും ഓഡിറ്റോറിയങ്ങളും ഈ സാംസ്കാരിക സമുച്ചയത്തിന്റെ ഭാഗമായി ഉണ്ട്. സംസ്ഥാനത്തിന്റെ സാംസ്കാരിക പൈതൃക സംരക്ഷണത്തിനും വ്യാപനത്തിനും പ്രോത്സാഹനത്തിനും എന്ന പേരിൽ കിഫ്ബി ധനസഹായത്തോടെയാണ് സാംസ്കാരിക സമുച്ചയം നിർമ്മിച്ചത്. 1 ലക്ഷത്തോളം ചതുരശ്ര അടി വിസ്തീർണത്തിലായിരുന്നു നിർമ്മാണം. 2023 മെയ്യിൽ ഉദ്ഘാടനം ചെയ്ത ഈ സാംസ്കാരിക സമുച്ചയത്തിൽ മാസത്തിൽ നടക്കുന്നത് വിരലെണ്ണാവുന്ന പരിപാടികൾ മാത്രമാണ്. ഓപ്പൺ എയർ ഓഡിറ്റോറിയം, AC റൂമുകൾ, അത്യാധുനിക ഓഡിറ്റോറിയങ്ങൾ, ഇതെല്ലാം തന്നെയുള്ള ഈ സാംസ്കാരിക സമുച്ചയത്തിന്റെ എല്ലാ മേഖലകളിലും കൃത്യമായ രീതിയിൽ ഉപയോഗിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പല റൂമുകളും ഉദ്ഘാടനത്തിന് ശേഷം തുറന്നിട്ട് പോലുമില്ല. കൃത്യമായ പരിപാലനമില്ലാത്തതിനാൽ സമുച്ചയത്തിന്റെ ഉദ്യാനത്തിൽ സ്ഥാപിച്ചിരുന്ന ചെടികളും അലങ്കാര പുല്ലുകളും കാടുകയറി നശിച്ചു. കെട്ടിടത്തിന് ചുറ്റും പാകിയ കൊരുപ്പ് കല്ലുകളും പലതും ഇളകിപ്പോയിട്ടുണ്ട്. നഗരത്തിലെ പ്രധാന വേദികളിൽ നിന്ന് പരിപാടികൾ മാറ്റാനുള്ള സംഘാടകരുടെ വിസമ്മതവും മറ്റൊന്ന് ശ്രീനാരായണ സമുച്ചയത്തെക്കുറിച്ചുള്ള വേണ്ടത്ര രീതിയിലുള്ള പ്രചരണക്കുറവും എല്ലാം പരിപാടികൾ ഇവിടെ വരുന്നതിന് കുറവുണ്ടാക്കുന്നുണ്ട്. പക്ഷേ ഇതിനെല്ലാം മറികടക്കാനുള്ള ചിന്ത ഒരു ഘട്ടത്തിലും ഇതിന്റെ സംഘാടകരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തിനേറെ പറയണം, സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ പ്രധാന വേദിക്കരികിലായിരുന്ന ശ്രീനാരായണ സമുച്ചയം അന്നും ഒരു പ്രദർശന വസ്തു മാത്രമായിരുന്നു. സമുച്ചയത്തിലെ നീളൻ ഇടനാഴികളിലും ഉദ്യാനത്തിലും ചിത്രങ്ങളും കലാശില്പങ്ങളും സ്ഥാപിച്ച മോടി പിടിപ്പിക്കാനാണ് പുതിയ പദ്ധതി. സമുച്ചയത്തിലെ കൂറ്റൻ തൂണുകൾക്കിടയിൽ ചിത്രങ്ങൾ സ്ഥാപിക്കാനും ഉദ്യാനത്തിൽ ഫൗണ്ടൻ ഉൾപ്പെടെയുള്ള കലാരൂപങ്ങൾ ഒരുക്കാനുമാണ് ആലോചിക്കുന്നത്. സാംസ്കാരിക സമുച്ചയം മോടി പിടിപ്പിക്കാനുള്ള കോടികൾക്ക് വേണ്ടിയുള്ള ചർച്ച ഇതിനോടകം തന്നെ വീണ്ടും തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. സാമ്പത്തിക ഞെരുക്കത്തിൽ ജനത്തോട് മുണ്ട് മുറുക്കി കൊടുക്കാൻ പറയുന്ന സർക്കാർ ഇത്തരം മോടികൂട്ടലുകൾ ആർക്കു വേണ്ടിയെന്ന് കൂടി വ്യക്തമാക്കണം. അടഞ്ഞുകിടക്കുന്ന കാഴ്ചവസ്തുവായി മാറിയ ശ്രീനാരായണ സമുച്ചയം ജനങ്ങൾക്ക് വേണ്ടി തുറന്നു നൽകാനെങ്കിലും സർക്കാർ സംവിധാനങ്ങൾ ഇടപെട്ടേ മതിയാവും. കൊല്ലത്തുനിന്ന് ക്യാമറാമാൻ രാജ്കിരണിനൊപ്പം അരുൺ രാജ്, 24. പൊതുജനം കഴുതയല്ല സാർ. കോടികൾ ചെലവഴിച്ച് കെട്ടിപ്പടുക്കുന്ന സാംസ്കാരിക കേന്ദ്രങ്ങൾ വെള്ളാനകളാകുന്നത് ഇത് കേരളത്തിലെ ആദ്യ സംഭവമൊന്നുമല്ല. സർക്കാർ ഖജനാവിലെ പണം പാഴാക്കുന്നവർക്കെതിരെ കർശന നടപടി വേണമെന്നാണ് ജനങ്ങൾ പറയുന്നത്. നാട്ടുകാർ പ്രതികരിച്ചു. ആർക്കും ഒരു ഗുണമില്ല. വെള്ളം അടിക്കുന്നവർക്കൊക്കെ ഭയങ്കര ഗുണമാണ്. ഒളിഞ്ഞിരുന്ന് വെള്ളം അടിക്കാൻ, അല്ലാതെ ഗുണമൊന്നുമില്ല. അവിടെ പരിപാടിയൊക്കെ നടത്തിയാൽ നല്ലതായിരിക്കും. ഇവിടെ കുറേ ബിൽഡിംഗ് എല്ലാം പണിഞ്ഞിട്ടേക്കും, അവിടെ ഇവിടെ എല്ലാം പണിഞ്ഞിട്ടേക്കുന്നു. എന്തോന്നൊന്നും അറിയത്തില്ല. ആർക്കും ഒരു പ്രയോജനമുള്ളതായിട്ട് നമുക്കാർക്കും അറിയത്തില്ല. ഇവിടെ ഒരു കലോത്സവം നടന്നിട്ട് പോലും അത് അതിൻ്റെ ബാക്കിയുള്ള ഓഡിറ്റോറിയങ്ങളോ കാര്യങ്ങളോ ഒന്നും വിട്ടുകൊടുത്തിട്ടില്ലായിരുന്നു. കലോത്സവം നടന്നതെല്ലാം സ്കൂളുകളിൽ വെച്ചായിരുന്നു. അത് വിവിധ പരിപാടികൾ അവിടെ സംഘടിപ്പിക്കാൻ അതിൻ്റെ സംഘാടകർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉദ്ദേശിച്ച പോലെ അതൊരു വിജയത്തിലെത്തിയില്ല എന്നുള്ളതൊരു വസ്തുതയാണ്. കെട്ടിയ അവിടെ ഈ സാംസ്കാരിക വേദി, പിന്നെ നാടകം, പിന്നെ പഠിത്തം എന്തുണ്ടെന്ന് പറഞ്ഞാൽ ഒരു ഗുണവുമില്ല. ഒരു ബിൽഡിങ് കെട്ടിയിട്ട് വല്ലപ്പോഴും കുറച്ച് പെണ്ണുങ്ങൾ വരുന്നതാണ് കുടുംബശ്രീയുടെ എന്തിൻ്റെയൊക്കെ, അല്ലാതെ പ്രത്യേകിച്ചൊരു ഗുണവുമില്ല. ആർക്ക് വേണ്ടി 56 കോടി ചെലവഴിച്ചത്? പാവത്തുങ്ങൾക്ക് വേണ്ടിയാ, ജനങ്ങൾക്ക് വേണ്ടിയല്ലല്ലേ. ഇതൊരു ആർഭാടം, ഇങ്ങനെ മുതലെടുക്കാം. കെട്ടിയിട്ടേക്കുന്നേ ഉള്ളൂ, വേറെ പരിപാടിയൊന്നും നടന്നിട്ടില്ല. വല്ല വല്ല ഫംഗ്ഷനൊക്കെ നടക്കുമ്പോൾ അവിടെ നടക്കുന്നതല്ലാതെ വേറെ ഒന്നും നടക്കത്തില്ല. ചുമ്മാ കുറേ കാശ് ചിലവാക്കി അവിടെ കെട്ടിയിട്ടേക്കുന്നേ ഉള്ളൂ. ഞാനിവിടെ നിൽക്കുന്ന ഒരുപാട് ആൾക്കാർ തിരക്കി വന്നിട്ടുണ്ട്. പിന്നെ ശ്രീനാരായണ സമുച്ചയം എവിടെയാണെന്ന് ചോദിച്ച് അങ്ങനെ ഒരുപാട് പരിപാടികൾ ഇപ്പോൾ അവിടെ ഈ ഇടയ്ക്ക് ഒരു പരിപാടി നടന്ന് സംസ്ഥാന സ്കൂൾ കലോത്സവമായിട്ട് ഇവിടെ ഒരുപാട് പിള്ളേർ വന്ന് അവിടെയൊക്കെ പോവുകയൊക്കെ ചെയ്തു. ഞങ്ങൾ ഓട്ടോ വിളിച്ച്
സജീഷ് കുമാർ ചോദിക്കുന്നു, SKN ഇന്നലെ ഫ്ലവേഴ്സിൽ ആരംഭിക്കുമെന്ന് പറഞ്ഞ അഡ്വഞ്ചർ എന്ന പ്രോഗ്രാം എന്തുകൊണ്ട് ആരംഭിച്ചില്ല? ഒരു സാങ്കേതിക പ്രശ്നമുണ്ട്. യഥാർത്ഥത്തിൽ അതിൻ്റെ ആദ്യത്തെ ഷെഡ്യൂൾ നമ്മൾ പൂർത്തിയാക്കി കഴിഞ്ഞു. രണ്ടാമത്തെ ഷെഡ്യൂൾ ഷൂട്ട് ചെയ്യാനിരിക്കുകയാണ്. പ്രോഗ്രാം അണ്ടർ കൺട്രോളാണ്. പക്ഷേ ചെറിയൊരു സാങ്കേതിക പ്രശ്നം പറ്റി. അതുകൊണ്ട് അതിൻ്റെ സംപ്രേഷണം അല്പം ഒന്ന് നീട്ടിവെച്ചിരിക്കുക. ഉടൻ തന്നെ എത്രയും പെട്ടെന്ന് തന്നെ ഈ പരിപാടി ഫ്ലവേഴ്സിൽ സംപ്രേഷണം ചെയ്യും.